മെയ്തേയ് സമുദായ നേതാവിന്റെ അറസ്റ്റിനെ തുടർന്ന് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. തലസ്ഥാനമായ ഇംഫാലിൽ പ്രതിഷേധിച്ച ഒരു സംഘം യുവാക്കൾ തലയിലൂടെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ടവരുടെ സന്നദ്ധ സംഘടനയായ അരംബായി ടെൻഗോൾ നേതാവ് കനാൻ സിംഗ് ആണ് അറസ്റ്റിലായത്. കനാൻ സിംഗിന്റെ അറസ്റ്റിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഇംഫാലിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രതിഷേധക്കാർ റോഡുകളിൽ ടയർ കത്തിച്ചിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. വെടിയൊച്ചകൾ കേട്ടതായും ചില പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഞങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിച്ചു. പ്രളയകാലത്ത് എങ്ങനെ പെരുമാറണോ അതുപോലെ പെരുമാറി. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. പെട്രോൾ തലയിലൊഴിച്ച് ആത്മഹത്യാഭീഷണി മുഴക്കിയ യുവാക്കളിൽ ഒരാൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് 10 ദിവസത്തെ ഹർത്താലിന് അരംബായി ടെൻഗോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വീട് ആക്രമിച്ച് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് മൊയ്റാങ്തെ അമിതിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതിയാണ് കനാൻ സിംഗ്. പോലീസ് കമാൻഡോ വിഭാഗത്തിൽ ഹെഡ് കോൺസ്റ്റബിളായിരുന്ന കനാൻ സിംഗ് കൃത്യവിലാപത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളാണ്. അതിനുശേഷം അയാൾ ATയിൽ ചേർന്നു. മെയ്തേയ് നേതാവിന്റെ അറസ്റ്റോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിലെ 5 ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിന് പുറമെ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് വിലക്കും ഏർപ്പെടുത്തി. ബിഷപ്പൂർ, ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൗബാൽ, കാക്ഷിംഗ് ജില്ലകളിലാണ് നിരോധനാജ്ഞ. രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ ഗവർണർ AK ഭല്ലയുടെ നിർദ്ദേശപ്രകാരം മെയ്തേയ് വിഭാഗക്കാർ ആയുധങ്ങൾ സുരക്ഷാ സേനയ്ക്ക് കൈമാറിയ കാര്യം പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മെയ്തേയ് ഗ്രാമങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകിയതിനെ തുടർന്നായിരുന്നു ഈ കീഴടങ്ങലുണ്ടായത്. അതേസമയം AT മേധാവി കൊറോങ്ഖൻ ഭമുഖൻ പ്രതിയായതടക്കം മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചു വരികയാണ്. 2023 പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ കൂക്കി നാഷണൽ ആർമി നേതാവ് കാഗിംഗ് താങ് ഗാംഗയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് AT നേതാവിന്റെ അറസ്റ്റും വിവാദമായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി KNA നേരത്തെ പ്രവർത്തനം മരവിപ്പിക്കൽ കരാർ ഒപ്പിട്ടിരുന്നു. SOO ഒപ്പിട്ട സംഘടനകൾക്കെതിരെ നിയമലംഘനത്തിന്റെ പേരിൽ ഇപ്പോൾ നടപടിയെടുക്കുന്നുവെന്നാണ് ആരോപണം. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കുകി ഭീകരനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധമുയരുന്നത് ആശങ്കാജനകമാണെന്ന് മെയ്തേയ് ഹെറിറ്റേജ് സൊസൈറ്റി പ്രതികരിച്ചു. ജനം വംശീയമായി ചേരിതിരിഞ്ഞ സംസ്ഥാനത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരുകൂട്ടരിൽ നിന്നും ഭീഷണി നേരിടുന്നുവെന്നാണ് പോലീസ് നിലപാട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്കെതിരെ വൻ പ്രതിഷേധവും തുടർന്ന് സംഘർഷവും ഉണ്ടാകുന്നുണ്ട്. സാംസ്കാരിക സംഘടനയായ AT മെയ്തേയ് ഗ്രാമങ്ങൾ സംരക്ഷിക്കാനായി ആയുധമെടുക്കാൻ നിർബന്ധിതരായതാണെന്ന് അവരുടെ അവകാശവാദം. എന്നാൽ മെയ് ഭീകര സംഘടനയാണ് AT എന്ന് കൂകികൾ ആരോപിക്കുന്നുണ്ട്. ATയുടെ ആക്രമണം നേരിടാനാണ് തങ്ങൾ ഗ്രാമസംരക്ഷണ സേന രൂപീകരിച്ചതെന്നാണ് കൂകി സംഘടനകളുടെ അവകാശവാദം. ഇരുകൂട്ടരും സ്വന്തം പ്രവർത്തകരെ സന്നദ്ധ പ്രവർത്തകരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കലാപകാലത്ത് ഈ സന്നദ്ധ സംഘടനകൾ പരസ്പരം പ്രയോഗിച്ചതാവട്ടെ അത്യാധുനിക തോക്കുകളും മിലിറ്ററി ഗ്രേഡ് മോട്ടോറുകളും നിരീക്ഷണ ഡ്രോണുകളും ഉൾപ്പെടെയാണ്. വെടിനിർത്തലിന് സമാനമായ SOO ഒപ്പിട്ട ഒരേ ഒരു മെയ്തേയ് തീവ്രവാദ സംഘടന യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന UNLF ആണ്. കൂകി നാഷണൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്നിവയ്ക്ക് കീഴിലാണ് കൂകി തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം. KNOയും UPFും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി SOO ഒപ്പിട്ടിരുന്നു. അതേസമയം മണിപ്പൂരിൽ ഒട്ടേറെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു വീട് ആക്രമിച്ച അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് മൊയ്റാങ്തെ അമിതിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. ഈ കേസിലെ മുഖ്യ പ്രതിയാണ് കനാൻ സിംഗും. എന്നാൽ പോലീസ് കമാൻഡോ വിഭാഗത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന കനാൻ സിംഗ് കൃത്യവിലാപത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുമാണ്. എന്നാൽ അതിനുശേഷവും അയാൾ ATയിൽ ചേർന്നു. മെയ്തേയ് നേതാവിന്റെ അറസ്റ്റോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിലെ 5 ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിന് പുറമെ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റും വിലക്കി. അങ്ങനെ അവിടുത്തെ സ്ഥിതി സംഘർഷഭരിതമാക്കി മാറ്റി.